തിരുവനന്തപുരം ജില്ലയിൽ മോഷണം പതിവാകുന്നു. ക്ഷേത്രം കുത്തിത്തുറന്ന് പഞ്ചലോഹ വിഗ്രഹം കവർന്നു. ഭീമാപള്ളിക്കടുത്തുള്ള പൂന്തുറ ഉച്ചമാടൻ ദേവി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. 1.5 കോടിയിലധികം വില വരുന്ന 40 കൊല്ലം പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് മോഷണം പോയത്. പോലീസ് അനാസ്ഥയാണ് മോഷണം പതിവാകുന്നതിന് കാരണമെന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, തിരുവനന്തപുരം ജില്ലയിൽ ഈ മോഷണം പതിവാവുകയാണ്. സ്ഥിരമായി ഇത്തരത്തിൽ മോഷണം നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴുള്ളത് പൂന്തുറയിലുള്ള ഒരു ക്ഷേത്രത്തിലാണ്. പൂന്തുറ ഉച്ചമാടൻ ദേവി ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഭീമാപള്ളിക്ക് അടുത്താണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അതും 1.5 കോടിയിലധികം വിലയുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് മോഷണം പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ പൂജാരി എത്തി ക്ഷേത്ര നട തുറന്ന വേളയിലാണ് ഇത്തരത്തിൽ വിഗ്രഹം മോഷണം പോയ വിവരം അറിയുന്നത്. ഏതാണ്ട് 60 കൊല്ലത്തോളം പഴക്കമുള്ള ദേവി വിഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ശിവേലി വിഗ്രഹങ്ങളും മോഷണം പോയിട്ടുണ്ട്. വ്യാപകമായി ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. വിഴിഞ്ഞിലും സമാനമായ രീതിയിൽ മോഷണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഏതായാലും ഇതിലൊരു അടിയന്തരമായിട്ടൊരു ഇടപെടൽ, ഇത്തരം മോഷണങ്ങൾ പതിവാകുന്നതിനെതിരെ അടിയന്തരമായിട്ടൊരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. ഇതൊരു പോലീസിന്റെ വീഴ്ചയാണ് എന്നുള്ളൊരു ആക്ഷേപം ശക്തമായി വരുന്നുണ്ട്. കാരണം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മോഷണങ്ങൾ പതിവാകുന്നത് അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇടപെടുകയല്ല വേണ്ടത്. അതിനു മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഒന്നും തന്നെ ഇല്ലാത്തതിന്റെ ഒരു ഫലമാണ് ഇത്തരത്തിൽ മോഷണങ്ങൾ പതിവാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികൾ ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പലരോടും പ്രതികരണം തേടാം. എന്താണ് ഇത്? ക്ഷേത്രത്തിലെ പൂജാരിയാണ് അല്ലേ? എന്തായിരുന്നു വന്നപ്പോൾ കണ്ടത്? ഞാൻ രാവിലെ ഇവിടെ 6 മണിക്കാണ് നട തുറന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ 6 മണിക്ക് പതിവുപോലെ വന്ന് രാവിലെ വരുന്ന സമയത്ത്, രാത്രി ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. എല്ലായിടത്തും ലൈറ്റ് ഇടും. ഞാനിന്ന് വന്ന സമയത്ത് രാവിലെ മഴയുണ്ടായിരുന്നു. വന്ന സമയത്ത് ലൈറ്റ് ഓഫായിരുന്നു. ഞാൻ ചെന്ന് ലൈറ്റ് ഞാൻ വിചാരിച്ച് മെയിൻ സ്വിച്ച് ബോർഡ് വല്ലതും അങ്ങനെ കംപ്ലൈൻറ്റ് ആയത് അങ്ങനെ വല്ലതും പോയത്, സ്വിച്ച് ട്രിപ്പായത് വല്ലതും ആയിരിക്കും എന്ന് ചെന്ന് നോക്കിയപ്പോൾ സ്വിച്ച് എല്ലാം ഓഫാണ്. ഞാൻ സ്വിച്ചെല്ലാം വിട്ട് ഫ്രണ്ട് വന്ന് നോക്കാൻ നേരത്ത് ക്ഷേത്രത്തിൻ്റെ മെയിൻ വാതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അകത്തോട്ട് നോക്കിയപ്പോൾ ദേവിയുടെ വിഗ്രഹമില്ല. ഞാനപ്പോൾ തന്നെ ഇവിടുത്തെ സെക്രട്ടറിയെ വിളിച്ച് കാര്യം പറഞ്ഞ്, പിന്നെ പോലീസുകാരെയും വിളിച്ചറിയിച്ച് അങ്ങനെ അവർ വന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡൊക്കെ വന്നു, അതെല്ലാം നടന്ന് ഇപ്പോൾ ഫോറൻസിക് വന്നിട്ടുണ്ട്, അവരും നോക്കുന്നുണ്ട്. ആ ദേവിയുടെ വിഗ്രഹം മാത്രമാണ് മോഷണം പോയത്? ദേവിയുടെ വിഗ്രഹം, ശ്രീവേലി ബിംബം, പ്രഭ, ഇത് മൂന്നുമാണ് പോയിരിക്കുന്നത്. ഇതിന് എത്രത്തോളം പഴക്കവും വിലയും ഒക്കെ ഉണ്ട്? പഴക്കവും ഒരു ഏകദേശം 60 വർഷത്തിനോ ഏകദേശം വരണം. അതിൻ്റെ നമ്മളെ കുഞ്ഞുനാളിലെ ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഒരുപാട് സ്വർണം കൊടുത്താണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് പറയണത്. അതുമാത്രമല്ല, പുരാതനമായിട്ടുള്ള ഒരു അമ്പലമാണ് അനന്തപത്മനാഭ പൂഴുന്തുറ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ നാമകരണം യഥാർത്ഥത്തിൽ അനന്തപത്മനാഭ പൂഴുന്തുറ എന്നാണ്. അത് എല്ലാ കല്ലുവിളക്കിലുമൊക്കെ അങ്ങനെയാണ് കൊത്തിവെച്ചിട്ടുള്ളത്. പൂന്തുറ സ്വാമിയൊക്കെ തപസ്സിരുന്നത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ വിഗ്രഹം മോഷണം പോണതിന് മുമ്പ് ഒരു 3 വിളക്ക് പോയി. ഇവിടെ ഈ കാണിക്ക വഞ്ചി 2-3 പ്രാവശ്യം മോഷണം നടത്തി. അപ്പോൾ ഇപ്പോഴെല്ലാം പോലീസുകാരുടെ അടുത്ത് പരാതിപ്പെട്ടൊരു പോലീസുകാർ അനാസ്ഥയാണ്. പോലീസുകാർ ഇവിടെ ഒരു ബീറ്റ് പോലീസുടെ അവിടെ നേരത്തെ പട്ടാ ബുക്കൊക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ ഒന്നും ചെയ്തില്ല. പോലീസുകാർ അന്വേഷണവും ഇല്ല. പൊതുവിൽ ഇവിടെ ഒരു അനാഥത്വമാണ്. ഇവിടെ പൊതുവിൽ ഒരു ആവാസമര ഒരു കേന്ദ്രമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എപ്പോഴും 24 മണിക്കൂറും തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇത്രയും പുരാതനമായ വിഗ്രഹമാണ്. അത് ഏകദേശം 32 കിലോളം വെയിറ്റ് വരും. അതിൻ്റെ പ്രഭ പുറത്ത് എറിഞ്ഞിട്ട് പോയി. ശിവേലി വിഗ്രഹവും പഞ്ചലോഹ വിഗ്രഹമാണ്. ഇതെല്ലാം പോയി. അതാണ് ഇവിടെ ഇപ്പം നമ്മളെ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. നേരത്തെ മോഷണം പോയ സമയത്ത് പോലീസ് അറിയിച്ച് പോലീസ് അതിൻ്റെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇവിടുത്തെ CCTV പരിശോധിക്കുക, യഥാർത്ഥ അതിൻ്റെ പ്രതികളെ പരിശോധിക്കുകയൊന്നും ചെയ്തില്ല. ഏതെങ്കിലും ഒരു നിരപരാധി പിടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കുകയോ ചെയ്യും. അതോടെ അത് കളഞ്ഞു. അപ്പോൾ ശരിക്ക് ഇത് ടെസ്റ്റ് ഡോസ് നടന്നിട്ടുണ്ട്. വിഗ്രഹം 3 വിളക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം കാണിക്ക വഞ്ചി മോഷണം പോയി. ഒരു പ്രാവശ്യം വെറുതെ കാണിക്ക വഞ്ചി വന്ന് ഇളക്കി വെച്ച്. ഈ സംഭവങ്ങളെല്ലാം പോലീസിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒക്കെ സൂക്ഷിച്ചു. പക്ഷേ ഇത് വളരെ പ്ലാൻഡായിട്ട് മോഷണം നടത്തി. അത്രയും പ്രദേശത്തുള്ളവരാകാൻ സാധ്യതയുണ്ടോ? ഈ പ്രദേശത്ത് അങ്ങനെ ഇത് പ്രൊഫഷണൽ മോഷ്ടാക്കളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ പ്രദേശത്തുള്ളവർ ഇത്രയും വർഷമായിട്ട് മോഷ്ടിക്കാത്ത ഒരു പുതിയ ഒരു തലമുറ അങ്ങനെ അതിന് ശ്രമിക്കില്ല. ഇവിടെ കുറച്ച് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, ന്യൂനപക്ഷങ്ങളായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ആരും സംശയമില്ല, ഇവിടെ നാട്ടുകാരെന്നുള്ളത്.
ഈ വിഴിഞ്ഞ മേഖലയിലും അടുത്തിടെ സമാനമായിട്ടുള്ള രീതിയിൽ ഈ മോഷണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാപകമായി ഇത്തരത്തിൽ തിരുവനന്തപുരത്തും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ മോഷണം പതിവാവുകയാണ്. അതൊക്കെ ഈ പോലീസിന്റെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയല്ല. ഉറപ്പായിട്ടും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. നമ്മൾ ചെറിയ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ അവരത് മുഖവിലയ്ക്ക് പോലും എടുക്കാറില്ല. മുഖവിലയ്ക്ക് എടുക്കാറേ ഇല്ല. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളാകുമ്പോൾ ഒട്ടും എടുക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ നമ്മൾ ചാനലിലും വന്നതിന് ശേഷമാണ് ഇവിടെയൊക്കെ ശാലോങ്കിലും ഒന്ന് അനങ്ങി തുടങ്ങിയത്. ക്ഷേത്രമല്ലേ, പിന്നെ ബാക്കിയെല്ലാതാണെങ്കിൽ അവർ ഇതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തത്. വിശ്വാസികൾക്ക് ഇത് വലിയ രീതിയിലൊരു വേദനയാണ്. കാരണം പ്രാചീനമായിട്ടുള്ള ക്ഷേത്രമാണ്, വർഷങ്ങളുടെ പഴക്കമുള്ള വിഗ്രഹമാണ്, അത്രമാത്രം ആരാധിക്കുന്ന ഈ പ്രദേശവാസികൾക്ക് അത്തരത്തിലുള്ളൊരു വികാരമാണ് ഉള്ളത്. എന്താ പറയാനുള്ളത് ഈ ഒരു മോഷണങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം? അത് പോലീസുകാരുടെ കുറ്റമാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ എന്താ പറയാൻ പറ്റുക. ഇന്നലെ നല്ല മഴയായിരുന്നു, തണുപ്പായിരുന്നു. ഈ കാലാവസ്ഥയിൽ അവർ ചെയ്യണമെങ്കിൽ അപ്പോൾ പോലീസുകാരെല്ലാം അനാസ്ഥ കാണിച്ചിരിക്കുന്നത്. അതാണ് ഉണ്ടായിട്ടുള്ളത്, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്താ പറയാനുള്ളത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ വ്യാപകമായും ഇപ്പോൾ ക്ഷേത്രമോഷണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഹിന്ദു ഐക്യവേദി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് പുനരുജ്ജീവിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നടക്കുന്ന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിരവധി മോഷണങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചലോക വിഗ്രഹങ്ങൾ പ്രത്യേകിച്ചുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് പോലീസ്, ആഭ്യന്തര വകുപ്പ് കൃത്യമായ നടപടിയെടുക്കണം. നേരത്തെ ഇക്കാര്യം ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടിയപ്പോൾ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡിന് രൂപം കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് നിർജീവമാണ്. ആ നിർജീവമായതിൻ്റെ പ്രതികരണമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് ദൃഢീകരിക്കുകയും ഇവിടെ മോഷണം നടത്തിയ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് ഏതാണ്ട് 65 വർഷം പഴക്കമുള്ള വിഗ്രഹമാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കടലോര മേഖലയാണ്, ഹിന്ദുക്കൾ വളരെ ന്യൂനപക്ഷമുള്ളതാണ്. സ്വാഭാവികമായും ഈ പ്രദേശത്തെ മുഴുവൻ ഹിന്ദുക്കളും ആരാധിക്കുന്ന ഒരു ബിംബമാണ് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചും ഈ വിഗ്രഹം നഷ്ടപ്പെട്ടത് ഒരു കനത്ത അവരുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവാണ്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ്, പോലീസ് അടിയന്തരമായി ഈ മോഷ്ടാക്കളെ പിടികൂടുകയും ആ ബിംബം ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വര നടപടികൾ സ്വീകരിക്കുവാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. അത് തന്നെയാണ് ഹിന്ദു ഐക്യവേദി അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഈ മോഷണങ്ങൾ പതിവാകുകയാണ്. സംസ്ഥാനമൊട്ടാകെയുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളാണ് പതിവാകുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് നേരത്തെ സർക്കാർ രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ യാതൊരു തരത്തിലും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തും സമാനമായിട്ടുള്ള രീതിയിലൊരു മോഷണം നടന്നിരുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നേരത്തെ തന്നെ ഈ പ്രദേശവാസികളും ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആദ്യം ഒരു മോഷണം, അതായത് കാണിക്കവഞ്ചിയാണ് മോഷണം പോയത്. ആ കാണിക്കവഞ്ചി മോഷണം പോയതിനു ശേഷം വീണ്ടും മോഷണം നടക്കുകയുണ്ട്. ഈ പല തവണ മോഷണം നടക്കുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എത്ര അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും അധികാരികൾ ഉണ്ടായിട്ടും ഇതിലൊരു ഇടപെടൽ നടത്തിയില്ല. നേരത്തെ മോഷണം നടന്ന ആ പ്രതികളെ പിടികൂടാനും പോലീസിനായിട്ടില്ല എന്നുള്ളത് ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ഒരു വളരെ കുറച്ച് ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു മേഖലയാണ് ഈ പൂന്തുറ മേഖല എന്ന് പറയുന്നത്. ായിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ദേവിയുടെ. ഈ 65 വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്നു. 1 കോടിയിലധികം രൂപ വിലയുള്ള പഞ്ചലോഹ വിഗ്രഹമാണ്. മറ്റു ശീവേലി വിഗ്രഹങ്ങളും മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം വൈകാരികമായി ഈ പ്രദേശവാസികൾക്ക് ഈ ക്ഷേത്രം പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഓടിയെത്തുന്ന, അല്ലെങ്കിൽ ഈ ഒരു പൂന്തുറ മേഖലയിലുള്ളവർക്ക് അത്രത്തോളം വൈകാരികമായി ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം മോഷണം പോയത് അവർക്ക് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. ആ വിഗ്രഹം
മോഷ്ടിച്ചത് ആരാണ് എന്നുള്ളത് അടിയന്തരമായി കണ്ടെത്തിയതിനു ശേഷം തിരിച്ച് വീണ്ടും അത് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്രദേശവാസികൾക്കൊക്കെ പറയാനുള്ളത്. അത്രമാത്രം വേദനയും ഈ ഭക്തർക്ക് ഉണ്ട് എന്നുള്ളതാണ്. തുടർച്ചയായിട്ടുള്ള മോഷണങ്ങളും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഈ ഒരു തെഫ്റ്റ് സ്ക്വാഡിനെ രൂപീകരിക്കുന്നു. അത് മോഷണങ്ങൾ പതിവാകുന്നതിനെതിരെ വ്യാപകമായി വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും സർക്കാർ ഉടൻ പറയും. അടിയന്തരമായി പരിഹാരം കാണും, സ്ക്വാഡിനെ രൂപീകരിച്ചിട്ടുണ്ട്, പോലീസ് അന്വേഷണം കൃത്യമായി നടത്താനൊക്കെ പറയുമെന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ആ സ്ക്വാഡ് രൂപീകരിക്കും എന്നുള്ളതല്ലാതെ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തുടർ നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ ആദ്യം മോഷണം പോയ സമയത്ത് തന്നെ പ്രദേശവാസികൾ ഈ ക്ഷേത്രത്തിൽ ഇത്രമാത്രം വിലമതിപ്പുള്ള വിഗ്രഹമാണുള്ളത്, അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ ഗുരുതരമായിട്ടുള്ള വീഴ്ച, അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയും ഭക്തരും പ്രദേശവാസികളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. മാത്രമല്ല വിഴിഞ്ഞത്തും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിലൊരു മോഷണം നടന്നിരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ മോഷണം നടക്കുന്നുണ്ട്. സംസ്ഥാനമൊട്ടാകെയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടക്കുന്നുണ്ട്. ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്. ഒരു മോഷണം നടന്നതിന് ശേഷമല്ല അവിടെ എത്തി മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടത്. ക്രമസമാധാനം ഉറപ്പാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വകകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം പോലീസ് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളും ും ഒക്കെ തന്നെ പറയുന്ന ഒരു വിമർശനം. അടിയന്തരമായിട്ടൊരു ഇടപെടൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. ശരി രശ്മി. തിരുവനന്തപുരം ജില്ലയിൽ മോഷണം പതിവാകുന്നു. ക്ഷേത്രം കുത്തി തുറന്ന പഞ്ചലോഹ വിഗ്രഹം കവർന്നു. ഭീമാപള്ളിക്കടുത്തുള്ള പൂന്തുറ ഉച്ചമാടൻ ദേവി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. 1.5 കോടിയിലധികം വില വരുന്ന 40 കൊല്ലം പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് മോഷണം പോയത്. പോലീസിന്റെ അനാസ്ഥയാണ് മോഷണം പതിവാകുന്നതിന് കാരണമെന്ന രൂക്ഷ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.